ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിപ്സി ആയിട്ടുള്ള ഉള്ളിവടയാണ്. ഈവനിങ് ടൈമിലൊക്കെ ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലൂടെ ചട്നിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു 4 സവാള നീളത്തിൽ അരിഞ്ഞത്, അടുത്തതായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസായി അരിയുക, അതിൻ്റെ കൂടെ ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, പച്ചമുളക് ഇതുപോലെ സ്ലൈസാക്കി അരിഞ്ഞത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറി ലീവ്സ് ഇടുക, കറിവേപ്പില കൂടി ആഡ് ചെയ്യുക. വലിയ ജീരകം കൂടി ആഡ് ചെയ്യുക. ഇത് ഉപ്പ് ആഡ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് കൈയൊക്കെ ഒന്ന് ഊന്നി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഈ ചെയ്യുന്നത് നമ്മൾ ഇട്ടിട്ടുള്ളതായ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ പാകത്തിന് ചേരണമെങ്കിൽ എന്ത് ചെയ്യുക, കൈയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് നന്നായി സ്ലൈസായിട്ട് വേണം നിങ്ങൾ അരിഞ്ഞെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമാകുള്ളൂ. നമുക്കൊരു 10 മിനിറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിന് വിശന്നിട്ട് അവന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുക. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് മാറ്റിയത്. ഒരു 15 മിനിറ്റൊക്കെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ആ സമയം ചെയ്താലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ ഒരു 15 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ സമയം കണ്ടെത്തി ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതിൽ ചേർക്കേണ്ട സാധനങ്ങൾ കുറച്ച് മൈദാമാവ്. കാരണം ഈ മൈദാമാവ് ചേർക്കുന്നതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. കാരണം ചിലർക്ക് ഉള്ളിവടയുടെ മാവിൻ്റെ ഒരു ടേസ്റ്റ് കൂടിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് അവളയുടെ ടേസ്റ്റൊക്കെ വന്ന് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചേർക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണല്ലേ മുളക് പൊടി. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മുളക് പൊടി ഇടുക. അതുപോലെ അതും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചായിരിക്കണം ഇടേണ്ടത്. കൂടുതലിട്ടാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചുള്ള ഒരു കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ശേഷം ഇതിൽ ഒരിക്കലും നിങ്ങൾ വെള്ളം ആഡ് ചെയ്യില്ല. നമുക്ക് സവോള, അതാണ് നമ്മൾ കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സവോളയിൽ നിന്ന് തന്നെയായിരിക്കും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് മതിയാവും. ഇപ്പം ഞാൻ പെട്ടെന്ന് എടുത്തതാണ്, എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. വെള്ളം ചേർക്കാൻ പാടില്ല. അഥവാ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചെടുക്കാം. ഓക്കെ, അപ്പം അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ സവോളയിൽ തന്നെ ആയിരിക്കണം നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ മാവ് കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഇതിനാവശ്യമായ സാധനം റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ തന്നെയാണ് കുഴച്ചെടുത്തത്. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല, നനയ്ക്കാൻ കൂടി തൊട്ടിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങളത് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ അതിന് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സവാളയുടെ അതിനേക്കാളും നല്ല ടേസ്റ്റായിട്ടായിരിക്കും ഈ ഉള്ളിവട നമുക്ക് കിട്ടുന്നത്. ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, ആവശ്യത്തിന് ഒഴിക്കുക. കുറച്ച് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഈ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ സ്പൂൺ ഉപയോഗിക്കുന്നതിന് പകരം ഫോർക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം അത് എണ്ണയിലിടുമ്പോഴത്തേക്ക് എല്ലാ സൈഡിലും അകത്തൊക്കെ നല്ല രീതിയിൽ എണ്ണ കയറി നല്ല ക്രിപ്സി ആയിട്ട് തന്നെ നമുക്കത് ലഭിക്കും. അതുകൊണ്ട് ഒരു ഫോർക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാനതാണ് ഉപയോഗിക്കുന്നത്. ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും.
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ലെവലിലിട്ട് വേണം ഉള്ളിവട ഉണ്ടാക്കാൻ. കാരണം ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിപ്സി ആയിട്ടുള്ള ഉള്ളിവടയാണ്. സത്യത്തിൽ ഇത് നമുക്ക് തട്ടുകടയിൽ പോയാൽ പോലും കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും.